ഹായ് ഹലോ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ ബിബിൻ. HSA സോഷ്യൽ സയൻസിന്റെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. എല്ലാവരും പഠനത്തിന്റെ തിരക്കിലാണെന്ന് വളരെ കൃത്യമായിട്ട് എനിക്കറിയാം. കൃത്യതയോടെയുള്ള പഠനം, വ്യക്തമായുള്ള പഠനം നിങ്ങളെ ഒരു ഹൈസ്കൂൾ ടീച്ചറാക്കി മാറ്റാനുള്ള എല്ലാവിധ സാഹചര്യങ്ങളും തരുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നാം ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് HSA സോഷ്യൽ സയൻസ്, അതിൽ SCERT ടെക്സ്റ്റ് ബുക്കുകളുടെ ഒരു പ്രാധാന്യത്തെക്കുറിച്ചാണ്. സാധാരണ രീതിയിൽ PSC പരീക്ഷകൾക്കും മറ്റ് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനും ഒക്കെ തയ്യാറാകുന്ന വിദ്യാർത്ഥികൾ എപ്പോഴും പ്രിപ്പയർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ടെക്സ്റ്റ് ബുക്കുകളാണ് SCERTയുടെ ടെക്സ്റ്റ് ബുക്കുകൾ. സ്റ്റേറ്റ് കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ് അവർ വളരെ വ്യക്തവും കൃത്യവുമായിട്ടാണ് ആ പാഠഭാഗങ്ങളെല്ലാം ക്രമീകരിച്ചിരിക്കുന്നത്. നമ്മളെ എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനും, പ്രത്യേകിച്ച് കേരള PSCയുടെ +2 ലെവലാണെങ്കിലും അതുപോലെ ഡിഗ്രി ലെവലാണെങ്കിലും 10ാം ക്ലാസ് ലെവലാണെങ്കിലും ഒക്കെ മികച്ച രീതിയിൽ അറിവ് പകർന്നു തരുന്ന രീതിയിലാണ് SCERTയുടെ പുസ്തകങ്ങൾ അവർ നിർമ്മിച്ചിരിക്കുക. അപ്പോൾ തീർച്ചയായും ഇവിടെ HSA സോഷ്യൽ സയൻസിന് ഒരുപാട് നിങ്ങളെ സഹായിക്കുന്നതാണ് SCERTയുടെ ടെക്സ്റ്റ് ബുക്കുകൾ എന്ന് നമുക്ക് എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാം. മറ്റു പരീക്ഷകൾക്ക് നമ്മൾ തയ്യാറെടുക്കുന്നത് പോലെ തന്നെ സോഷ്യൽ സയൻസിന്റെ പുസ്തകങ്ങളിൽ അനവധി കണ്ടന്റുകളാണ്, അല്ലെങ്കിൽ അനവധി കണ്ടന്റുകളാണ് ഈ HSA സോഷ്യൽ സയൻസുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുക. അപ്പോൾ തീർച്ചയായും നമുക്ക് 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള SCERTയുടെ സോഷ്യൽ സയൻസിന്റെ പുസ്തകങ്ങളിലൂടെയാണ് നമ്മൾ ഇന്ന് കടന്നു പോകാനായിട്ട് പോകുന്നത്. അത് നമുക്കറിയാം, 6, 8, 10 ക്ലാസ്സുകളിലെ പുസ്തകങ്ങൾ പുതിയതായി ക്രമീകരിച്ചിരിക്കുന്നവയാണ്. കഴിഞ്ഞ വർഷം 5, 7, 9 ക്ലാസ്സുകളിലെ പുസ്തകങ്ങൾ റിവൈസ് ചെയ്തിരുന്നു. അപ്പോൾ തീർച്ചയായും പഴയ പുസ്തകങ്ങളും പുതിയ പുസ്തകങ്ങളും കൃത്യമായി പഠിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. അപ്പോൾ നിങ്ങൾക്ക് കോമ്പറ്റേറ്റീവ് ക്രാക്കറിലൂടെ തീർച്ചയായിട്ടും SCERTയുടെ ആ 5 മുതലുള്ള സോഷ്യൽ സയൻസിന്റെ സിലബസുകളാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് നമ്മൾ സോഷ്യൽ സയൻസ്, ഒരു HSA സോഷ്യൽ സയൻസ് ടീച്ചറായിട്ട് അല്ലെങ്കിൽ ഒരു ഹൈസ്കൂൾ സോഷ്യൽ സയൻസ് ടീച്ചറായിട്ട് നാം മുന്നോട്ട് വരുമ്പോൾ SCERTയുടെ പങ്ക് എന്താണ്, അല്ലെങ്കിൽ SCERT ടെക്സ്റ്റ് ബുക്കുകൾ നമ്മളെ എത്രമാത്രമാണ് സഹായിക്കുന്നത് എന്ന് കൃത്യമായിട്ട് നമുക്കൊന്ന് പരിശോധിക്കാം. അപ്പോൾ നമുക്ക് 5ാം ക്ലാസ്സിലെ പുസ്തകങ്ങളിലൂടെ ഒന്ന് കണ്ണോടിച്ച് നോക്കാം. തീർച്ചയായിട്ടും അനവധി കണ്ടന്റുകൾ വളരെ കൃത്യതയോടും വ്യക്തതയോടും കൂടി പുസ്തകത്തിൽ ഉള്ളതായിട്ട് നമ്മൾക്ക് കാണാൻ സാധിക്കും. നമ്മൾ പഠിച്ചു തുടങ്ങി എന്ന് എനിക്കറിയാം, എങ്കിൽ പോലും SCERTയുടെ വായിച്ച് കൃത്യമായ നോട്ടുകൾ പ്രിപ്പയർ ചെയ്താൽ മാത്രമേ നമ്മൾക്ക് കൃത്യമായ അറിവിലേക്ക് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾക്ക് 5ാം ക്ലാസ്സിലെ പുസ്തകത്തിലേക്ക് നോക്കാം. 5ാം ക്ലാസ്സിലെ 1ാമത്തെ പാഠഭാഗം എന്ന് പറയുന്നത് പീലിയുടെ ഗ്രാമമാണ്. പിന്നെ ഭക്ഷണവും മനുഷ്യരും, തൊഴിൽ വൈവിധ്യങ്ങള്, വസ്ത്രത്തിന്റെ നാൾ വഴികള്, ഒപ്പം തന്നെ വരയ്ക്കാം വായിക്കാം, ജനങ്ങളാൽ, അതുപോലെ തന്നെ ഗതാഗത ആശയവിനിമയ സംവിധാനങ്ങള്, നാടറിയാം, തുല്യതയിലേക്ക്, വിണ്ണിലെ വിസ്മയങ്ങളും മണ്ണിലെ വിശേഷങ്ങളും, നിയമവും സമൂഹവും. നമുക്കറിയാം പൊളിറ്റിക്കൽ സയൻസിന്റെ ഒപ്പം തന്നെ സോഷ്യോളജിയുടെ, ഹിസ്റ്ററിയുടെ, എക്കണോമിക്സിന്റെ പ്രധാനപ്പെട്ട എല്ലാ ഭാഗങ്ങളും കൂട്ടി യോജിപ്പിച്ചുകൊണ്ടാണ് ഈ 5ാം ക്ലാസ്സിലെ പുസ്തകത്തിലൂടെ നമ്മൾക്ക് കൃത്യമായിട്ട് കടന്നു പോകുമ്പോൾ നമുക്ക് ചെറിയ അറിവുകളാണ് നമുക്ക് ഇവിടുന്ന് ലഭിക്കുക. പക്ഷേ ഇതുപോലെയുള്ള കൃത്യമായ ഒരു സോഷ്യൽ സയൻസിന്റെ ടീച്ചർ ആകണമെങ്കിൽ കൃത്യമായും സ്റ്റേറ്റ്മെന്റ് ലെവലുള്ള ക്വസ്റ്റ്യനുകൾ കൃത്യമായും നമ്മൾ പ്രതീക്ഷിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ പാഠഭാഗങ്ങൾ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. തൊഴിൽ വൈവിധ്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും, ഒപ്പം അതുപോലെ തന്നെ വസ്ത്രത്തിന്റെ ഹിസ്റ്ററിയും, അതുപോലെ തന്നെ ജനങ്ങളാൽ, നമുക്കറിയാം ഡെമോക്രസി, പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്. HST സോഷ്യൽ സയൻസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കൽ തിയറി തുടങ്ങിയ കാര്യങ്ങൾ, അതുപോലെ തന്നെ അതിന്റെ ഡെഫിനിഷൻസ്, സ്റ്റേറ്റിന്റെ നിർവചനങ്ങൾ, ഇതൊക്കെ വളരെ കൃത്യമായിട്ട് നമ്മൾ ആര് പറഞ്ഞു, എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലേക്കൊക്കെ നമുക്ക് പോകാവുന്ന ഒരു നല്ല പുസ്തകമാണ്, അല്ലെങ്കിൽ നല്ല ഒരു കണ്ടന്റ് അടങ്ങിയിരിക്കുന്നതാണ് 5ാം ക്ലാസ്സിലെ പുസ്തകം. ഗതാഗത ആശയവിനിമയ സംവിധാനങ്ങൾ. നമുക്കറിയാം കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ട് അനവധി ക്വസ്റ്റ്യനുകൾ PSCയിൽ ആവർത്തിക്കുന്നുണ്ട്. തീർച്ചയായും അത് നമുക്കറിയാം. പിന്നെ തുല്യതയിലേക്ക്, അൺടച്ചബിലിറ്റിയും, അതുപോലെ തന്നെ നമുക്കറിയാം റൈറ്റ് ടു ഇക്വാളിറ്റി, ഫണ്ടമെന്റൽ റൈറ്റിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം. ഇതിലെ കാര്യങ്ങളൊക്കെ നമുക്ക് കൃത്യമായി മനസ്സിലാവും. നിയമവും സമൂഹവും
ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാം റൈറ്റ് ഓഫ് ഇൻഫർമേഷൻ അടക്കമുള്ള നിരവധി പുതിയ നിയമങ്ങൾ എപ്പോഴും പരീക്ഷകളിൽ തെളിഞ്ഞു നിൽക്കുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ നിങ്ങളെ അതിന് സഹായിക്കുന്നതാണ് ഈ SCERTയിലെ 5ാം ക്ലാസ്സിലെ ഈ സോഷ്യൽ സയൻസിന്റെ പാഠപുസ്തകം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മളൊരു തുടക്കക്കാരനാണെങ്കിൽ തീർച്ചയായും ഇത് പ്രിപ്പയർ ചെയ്ത് നോട്ട് നമ്മൾ കോമ്പറ്റേറ്റീവ് ക്രാക്കറിലൂടെ ഇതിന്റെ നോട്ടുകളൊക്കെ നമ്മുടെ ക്ലാസ്സുകളിലൂടെ കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. അപ്പോൾ 5ാം ക്ലാസ്സിലെ ഈ പാഠഭാഗം നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം അറിവ് പകർന്നു തരുന്ന ഒരു മേഖല കൂടിയാണ്. SCERTയുടെ പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി നമുക്ക് 6ാം ക്ലാസ്സിലേക്ക് പോകാം. 6ാം ക്ലാസ്സിലെ പഴയ സിലബസ് 2025-26 റിവൈസ്ഡ് ചെയ്യാനിരിക്കുന്ന അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏതാനും മാസങ്ങൾക്കുള്ളിൽ കുട്ടികൾക്ക് ലഭിക്കുന്ന പുതിയ പുസ്തകമാണ്. പക്ഷെ ഇത് പഴയ സിലബസ് അനുസരിച്ചുള്ള പുസ്തകമാണെങ്കിൽ പോലും ഇത് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യമാണ്. പഴയ പുസ്തകങ്ങൾ നിങ്ങൾ സമഗ്രയിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുകയോ അല്ലെങ്കിൽ കുട്ടികളിൽ നിന്ന് കളക്ട് ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇല്ലെങ്കിൽ നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഇത് ഇങ്ങനെയുള്ള നോട്ടുകളെല്ലാം കൃത്യമായി നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. അവിടെ നമുക്കൊന്ന് പരിശോധിക്കാം. 6ാം ക്ലാസ്സിൽ മധ്യകാല ഇന്ത്യയെക്കുറിച്ചാണ് ഒന്നാമത്തെ പാഠഭാഗം എന്ന് പറയാം. മധ്യകാല ഇന്ത്യയിലെ അധികാര കേന്ദ്രങ്ങളെ കുറിച്ച്, അതുപോലെ 1ഉം 2ഉം പാഠങ്ങൾ മധ്യകാല ഇന്ത്യയെക്കുറിച്ചാണ്. അവിടെ സമൂഹം എങ്ങനെയാണ്, അവരുടെ വിഭവങ്ങൾ എങ്ങനെയാണ്, വിനിമയം എങ്ങനെയാണ്, ഏതൊക്കെ ഡൈനാസ്റ്റീസ് ആണ് ഉള്ളത്, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. 3ാമത്തെ ഒരു പാഠഭാഗത്തേക്ക് വരുമ്പോൾ കേരളത്തെക്കുറിച്ചാണ്. കേരളത്തിന്റെ മണ്ണും മഴയും മനുഷ്യനും എന്നാണ് പറഞ്ഞിരിക്കുക. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടുത്തെ കാലാവസ്ഥയാണ്. ഇടനാടെന്നും മലനാടെന്നും തീരപ്രദേശത്തും തിരിച്ചിരിക്കുന്നു. മണ്ണിനങ്ങളെ കുറിച്ചൊക്കെയുള്ള ബേസിക് ആയിട്ടുള്ള ഒരു അറിവ് നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കാം. മറ്റൊന്ന് ഉൽപാദന പ്രക്രിയയിലൂടെ നമുക്കറിയാം എക്കണോമിക്സ് ആണ്, സാമ്പത്തിക ശാസ്ത്രത്തിന്റെ അടിസ്ഥാനം ഇവിടെ നിന്ന് നമുക്ക് ലഭിക്കുകയാണ്. തീർച്ചയായും അതിന് നിങ്ങളെ സഹായിക്കുന്നത് 6ാം ക്ലാസ്സിലെ ഈ SCERTയുടെ ടെക്സ്റ്റ് ബുക്കാണ്. ഭൂമി കഥയും കാര്യവും എന്നുള്ളത് നമുക്കറിയാം. ജോഗ്രഫി എന്ന് പറയുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് HSS സോഷ്യൽ സയൻസിൽ. ഏകദേശം 20 മാർക്കോളം തന്നെ നമുക്ക് ലഭിക്കുന്ന 20 മാർക്കോളത്തിന്റെ ചോദ്യങ്ങൾ വരുന്ന ഒരു മേഖലയാണ് HSIയിൽ ജോഗ്രഫി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളെ അതിൻ്റെ ഒരു തുടക്കം എന്നുള്ള രീതിയിൽ നിങ്ങളെ സഹായിക്കും. ഭൂമി കഥയും കാര്യവും, വൈവിധ്യങ്ങളുടെ ലോകം എന്നുള്ളൊരു പാഠമുണ്ട്. ഇനി അതിന്റെ 2ാമത്തെ ഭാഗത്തേക്ക് വരും മധ്യകാല ഇന്ത്യ, കലയും സാഹിത്യവും. വളരെയധികം ചോദ്യങ്ങൾ ഇപ്പോൾ HSIയിലാകട്ടെ മറ്റ് സോഷ്യൽ സയൻസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മറ്റ് PSCകളിലാകട്ടെ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്നത് കലയും സാഹിത്യവുമായി ബന്ധപ്പെട്ട മധ്യകാല ഇന്ത്യയിലെ കലയും സാഹിത്യവുമായി ബന്ധപ്പെട്ട് നിരവധി ചോദ്യങ്ങൾ ഈ ഒരു ഭാഗത്ത് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. മറ്റൊന്ന് മധ്യകാല ലോകമാണ്. മധ്യകാല ലോകം നമുക്കറിയാം ഹിസ്റ്ററിയിൽ തന്നെ ഒരുപാട് ഡിവിഷൻസ് ആണ്. ഏൻഷ്യന്റ്, മിഡീവൽ, മോഡേൺ, ഒപ്പം തന്നെ ഇന്ത്യൻ ഹിസ്റ്ററി, അതുപോലെ തന്നെ വേൾഡ് ഹിസ്റ്ററി, കേരള ഹിസ്റ്ററി, വളരെ വൈഡ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അതിൽ നമ്മളെ സഹായിക്കുന്ന ഒരെണ്ണമാണ് ഈ 6ാം ക്ലാസ്സിലെ SCERTയുടെ ടെക്സ്റ്റ് ബുക്കുകൾ എന്ന് പറയുന്നത് മധ്യകാല ലോകം. മറ്റൊന്ന് മധ്യകാല കേരളമാണ്. ഈ ഒരു മധ്യകാല കേരളത്തിൽ ഉണ്ടായിട്ടുള്ള പ്രധാന സംഭവ വികാസങ്ങൾ ഇതൊക്കെ നമുക്ക് ഈ പുസ്തകത്തിൽ നോക്കാം. ജനാധിപത്യങ്ങളും അവകാശങ്ങളും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്കറിയാം വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട റൈറ്റ്, ചിൽഡ്രൻസ് റൈറ്റ്, അതുപോലെ തന്നെ വുമൻസ് റൈറ്റ് ഒക്കെ വളരെ പ്രധാനപ്പെട്ട സംഭവങ്ങളാണ്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംവിധാനങ്ങൾ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ, സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനൊക്കെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ജനാധിപത്യ അവകാശങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ട് പറഞ്ഞു വെക്കുന്നതാണ് ഇത്. മറ്റൊന്ന് സമൂഹ ജീവിതത്തിലെ വൈവിധ്യങ്ങളും പ്രകൃതിയുടെ വരദാനങ്ങളും. നമുക്കറിയാം റിസോഴ്സുകളെ കുറിച്ച് സോഷ്യൽ സയൻസിൽ വളരെ ബ്രീഫായിട്ട് തന്നെ പഠിപ്പിക്കുന്നുണ്ട്. അത് നിങ്ങളെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നുണ്ട് ഈ 6ാം ക്ലാസ്സിലെ ഈ ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് 6ാം ക്ലാസ്സിലെ SCERTയുടെ ടെക്സ്റ്റ് ബുക്കുകളിലൂടെ പോകുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകുന്ന കാര്യം. ഇപ്പോൾ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ 6ാം ക്ലാസ്സിലെ പുതിയ പുസ്തകം വരും. തീർച്ചയായും ഇത് രണ്ടും നമ്മൾ പഠിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് നല്ല ഒരു റാങ്കിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കുക. ഇനി നമുക്ക് 7ാം ക്ലാസ്സിലെ കഴിഞ്ഞ വർഷം റിവൈസ് ചെയ്തിട്ടുള്ള പുസ്തകമാണ്. അപ്പോൾ നമുക്കറിയാം ഒരുപാട് കണ്ടന്റുകൾ അടങ്ങിയിട്ടുള്ള ഏകദേശം 12ഓളം ചാപ്റ്ററുകളിലായിട്ടാണ് വരിക. അവിടെയും മധ്യകാല ഇന്ത്യയുടെ ഒരു തുടർച്ചയുണ്ട്. മധ്യകാല ഇന്ത്യയുടെ സാംസ്കാരിക പ്രസ്ഥാനങ്ങൾ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. സാംസ്കാരിക പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് പലപ്പോഴും പല പരീക്ഷകൾക്കും ചോദിക്കുന്നതാണ്. ഭരണഘടന നിങ്ങൾക്കറിയാം, കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് ഒരു ചോദ്യമില്ലാത്ത PSC പരീക്ഷകളെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അപ്പോൾ ഭരണഘടനയുടെ നാൾ വഴികൾ അല്ലെങ്കിൽ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ചരിത്രം
അവർ മുന്നോട്ട് വെച്ച ആശയങ്ങൾ, കടമെടുത്ത ആശയങ്ങൾ, ഇതൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രിയാമ്പിൾ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇതൊക്കെ ഏറ്റവും പ്രധാനം. ഇതിലൊക്കെ നമുക്ക് കൃത്യമായ ഒരു വ്യക്തമായ രീതിയിൽ ഒരു നോട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നമ്മളെ സഹായിക്കുന്നതാണ് ഈ 7ാം ക്ലാസ്സിലെ പുതിയ SCERTയുടെ പുസ്തകം. പിന്നെ അനീതിയിൽ നിന്ന് നീതിയിലേക്ക്, നമ്മുടെ ഭൂമി, ഇന്ത്യൻ ഉപഭൂഖണ്ഡം, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ജോഗ്രഫിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞു. 5ാം ക്ലാസ്സിൽ നിന്നും ഒരു പടിയും കൂടി ഉയർന്ന് 6ാം ക്ലാസ്സിനെക്കാട്ടിലും ഒരു പടിയും കൂടി ഉയർന്ന് നിങ്ങൾക്കറിയാം 7ാം ക്ലാസ്സിൽ എത്തുമ്പോൾ വളരെ കണ്ടന്റുകൾ ഇതിലുണ്ട്. കൃത്യമായിട്ടുള്ള ഒരു പഠനത്തിന് നിങ്ങളെ സഹായിക്കാറുണ്ട്. അതുപോലെ ഭക്ഷ്യോൽപാദനം, ഭക്ഷ്യ സുരക്ഷ, ഇതുമായി ബന്ധപ്പെട്ട ആക്ടുകൾ, കാര്യങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റ് കൊണ്ടുവരുന്ന പോളിസികളൊക്കെ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഇതും നിങ്ങളെ ഇങ്ങനെ സഹായിക്കുന്നു. അധികാരം ജനങ്ങൾക്ക്, പൊളിറ്റിക്കൽ സയൻസുമായി ബന്ധപ്പെട്ട് ഭൂമിയെ അറിയാൻ ഭൂപടങ്ങളും ആധുനിക സങ്കേതങ്ങളും. നമുക്കറിയാം ഭൂപടങ്ങളെക്കുറിച്ച് ഒരുപാട് ടൈപ്പ് ഭൂപടങ്ങളെക്കുറിച്ചും മാപ്പുകളെക്കുറിച്ചൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് സ്കൂളുകളിൽ. അപ്പോൾ കൃത്യമായ ഒരു അറിവ് ഈ ഭൂപടങ്ങളുമായി ബന്ധപ്പെട്ട ഒരു 3-4 ചോദ്യങ്ങൾ HSS സോഷ്യൽ സയൻസിന് നിർബന്ധമായും നിങ്ങൾ പ്രതീക്ഷിക്കണം. അതിന് നമ്മളെ കൃത്യമായി സഹായിക്കുന്നത് 7ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കുകളാണ്. ഇതാണ് SCERTയും ഈ സോഷ്യൽ സയൻസ്, പ്രത്യേകിച്ച് HSS സോഷ്യൽ സയൻസിന് തയ്യാറാകുന്നവർക്ക് ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബെനഫിറ്റ് എന്ന് പറയുന്നത്. മറ്റൊന്ന് നിങ്ങൾക്കറിയാം ബജറ്റ്, നമുക്ക് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ബജറ്റ്. ഒരുപാട് അറിവുകൾ ഈ ഒരു മേഖലയിൽ നിന്ന് നമുക്ക് ആർജിക്കേണ്ടതുണ്ട്. എന്താണ് ബജറ്റ് എന്നതോട്ട് നമുക്കറിയാം പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഈ ബജറ്റ് എന്ന് പറയുന്ന വാക്ക് തന്നെ എവിടുന്നാണ് വന്നത്, എങ്ങനെയാണ് ഉരുത്തിരിഞ്ഞു വന്നത്, ഫസ്റ്റ് ബജറ്റ് അവതരിപ്പിച്ച ആരാണ്, ഫിനാൻസ് മിനിസ്റ്റർ, അല്ലെങ്കിൽ ആദ്യമായിട്ട് ഈ ബജറ്റ് അവതരിപ്പിച്ച ആരാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും ഈ നോട്ട് പ്രിപ്പയർ ചെയ്യുന്നതിൽ നമ്മളെ വളരെ സഹായിക്കുന്നതാണ് 7ാം ക്ലാസ്സിലെ ഈ ടെക്സ്റ്റ് ബുക്കുകൾ എന്ന് പറയുന്നത്, SCERTയുടെ ടെക്സ്റ്റ് ബുക്കുകൾ. അപ്പോൾ നമുക്ക് പിന്നെ വിവേചനത്തിനെതിരെ ചരിത്രത്തിന്റെ ആധാരശിലകൾ, ഇങ്ങനെ 12 ചാപ്റ്ററുകളാണ് 7ാം ക്ലാസ്സുമായി ബന്ധപ്പെട്ട് 7ാം ക്ലാസ്സിൽ SCERTയായി ബന്ധപ്പെട്ട് സോഷ്യൽ സയൻസ്, പ്രത്യേകിച്ച് HST സോഷ്യൽ സയൻസിന് തയ്യാറാകുന്ന നമുക്ക് പഠിക്കുവാനായിട്ട് ഉള്ളത്. ഇനി നമുക്ക് 8ാം ക്ലാസ്സിലെ നമുക്ക് നോക്കാം. 8ാം ക്ലാസ്സിലെയും ഈ സോഷ്യൽ സയൻസിന്റെ പുസ്തകം പുതിയ പുസ്തകത്തിലേക്ക് വരും. എന്നാൽ നിലവിലുള്ള പുസ്തകത്തിൽ നിങ്ങൾക്കറിയാം ആദ്യകാല മനുഷ്യജീവിതം, നദീതട സംസ്കാരങ്ങളിലൂടെ വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്കറിയാം സിന്ധു നദീതട സംസ്കാരം, നമുക്കറിയാം നമ്മുടെ ഹാരപ്പൻ സംസ്കാരം എന്ന് പറയുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ടാണ്. അതിൻ്റെ സൈറ്റുകൾ, അതുമായി ബന്ധപ്പെട്ട അത് തകരുന്നതിനുള്ള കാരണങ്ങൾ, ഇന്നും എക്സ്കവേഷൻസ് നടക്കുന്ന സ്ഥലങ്ങൾ, അതുപോലെ തന്നെ തുറമുഖവുമായി ബന്ധപ്പെട്ട സംസ്കാരങ്ങൾ, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഭൗമരഹസ്യങ്ങൾ തേടി നമ്മുടെ ഗവൺമെന്റ്. നമുക്കറിയാം പ്രാചീന തമിഴകം വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഈ പ്രാചീന തമിഴകം എന്ന് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇത് സാധാരണ രീതിയിൽ കേരള ഹിസ്റ്ററിയുമായി അടക്കമുള്ള കാര്യങ്ങളാണ്. സംഘകാലഘട്ടം, തിണകളൊക്കെ വളരെ വളരെ പ്രധാനപ്പെട്ടാണ്. PSCക്ക് വളരെ ഇഷ്ടമുള്ള ഒരു മേഖലയായിട്ടാണ് ഈ പ്രാചീന തമിഴകം. ഇത് നമുക്ക് ഈ ഒരു 8ാം ക്ലാസ്സിലെ ടോപ്പിക്കിൽ നിന്ന് കൃത്യമായിട്ട് നമ്മൾക്കത് വായിച്ചെടുക്കാവുന്നതാണ്. ഗംഗാ സമതലത്തെക്കുറിച്ചുള്ള അറിവ്, മഗധം മുതൽ താനേശ്വരം വരെയുള്ള നമുക്കറിയാം വളരെ പ്രധാനപ്പെട്ട ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു മേഖലയാണ് ഈ മഗധം മുതൽ താനേശ്വരം വരെ എന്നുള്ളത്. ഒരുപാട് കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പല ഡൈനാസ്റ്റികൾ, അവർ കൊണ്ടുവരുന്ന പലതരത്തിലുള്ള പദ്ധതികൾ, ഇതൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. മറ്റൊന്ന് ഇന്ത്യയുടെ ഭൂമിയുടെ പുതപ്പെന്ന് പറഞ്ഞ നമ്മുടെ ജോഗ്രഫിയിലേക്ക് തന്നെ പോകണം. ഇന്ത്യയും സാമ്പത്തിക ആസൂത്രണവും നമുക്കറിയാം വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ സാമ്പത്തിക ആസൂത്രണത്തെക്കുറിച്ച് നിരവധി ക്വസ്റ്റ്യനുകൾ നമ്മൾ HST അല്ലെങ്കിൽ HSS സോഷ്യൽ സയൻസിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതുണ്ട്. കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ആസൂത്രണ കമ്മീഷനൊക്കെ മാറി നീതി ആയോഗൊക്കെ ആയിട്ടുണ്ട്. നിങ്ങൾക്കറിയാം ഏകദേശം 10 വർഷത്തോളം മുമ്പാണ് നീതി ആയോഗൊക്കെ വന്നത്. നമുക്കറിയാം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇവരെടുക്കുന്ന പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ, GST പോലുള്ള കാര്യങ്ങൾ, അതെന്താണ് അതിൻ്റെ പ്രത്യേകതകൾ, അപ്പം ആരൊക്കെയാണ് അതിൻ്റെ അധികാരികൾ, ആരൊക്കെയാണ് അതിനെ നിയന്ത്രിക്കുക, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, അപ്പം ഇങ്ങനെ ഉള്ള കാര്യങ്ങളെല്ലാം ഈ 8ാം ക്ലാസ്സിലെ ഈ പഴയ പുസ്തകങ്ങളിൽ നിന്ന് നമുക്ക് നേടിയെടുക്കാം. അപ്പോൾ SCERTയിൽ വളരെയധികം നമുക്കറിയാം നമ്മുടെ സിലബസിലേക്ക് നോക്കി കഴിഞ്ഞാൽ പാർട്ട് എയും പാർട്ട് ബിയും സിലബസിലേക്ക് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായും അതിലെ ഒരുപാട് കാര്യങ്ങൾ നമ്മളിപ്പോൾ 8ാം ക്ലാസ്സിൽ എത്തി നിൽക്കുമ്പോഴേക്കും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇത് 9ാം ക്ലാസ്സിലെ പുസ്തകമാണ്. 9ാം ക്ലാസ്സിലെ ആദ്യ ടേമിലെ പുസ്തകത്തിൽ നിന്നുള്ളതാണ്. അതിൽ ശിലായുഗത്തിൽ നിന്ന് മുന്നോട്ട്
എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. ശിലായുഗവുമായി ബന്ധപ്പെട്ട് ഒരുപാട്, പ്രത്യേകിച്ച് മഹാശിലായുഗവുമായി, നവീന ശിലായുഗവുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള മെഗാലിത്തിക്കും പാലിയോലിത്തിക്കും നിങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പം ആ ഭാഗത്തു നിന്നുള്ള ഒരുപാട് ചോദ്യങ്ങൾ. പിന്നെ ആശയങ്ങളും ആദ്യകാല രാഷ്ട്രങ്ങളും പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ തിയറി എന്ന് പറയുന്നത് സോഷ്യൽ സയൻസിൻ്റെ, പ്രത്യേകിച്ച് HST സോഷ്യൽ സയൻസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത് നമുക്ക് കൃത്യമായി പഠിക്കേണ്ടതുണ്ട്. രാഷ്ട്രത്തെക്കുറിച്ചുള്ള അവരുടെ സങ്കല്പങ്ങൾ, ഡെഫിനിഷനുകൾ, ഇതൊക്കെ കൃത്യമാണ്. ഭൂമിദാനവും ഇന്ത്യൻ സമൂഹവും, ഇന്ത്യൻ ഭരണഘടനയിലെ അധികാര വിന്യാസം, നമ്മൾ ഓരോ ക്ലാസ് മുന്നോട്ട് ചെല്ലും തോറും വളരെ ഡീപ്പായാണ് മുന്നോട്ട് പോയത്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെക്കുറിച്ച്, അവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച്, അതിൽ പങ്കെടുത്ത ആളുകളെക്കുറിച്ച്, അതിൻ്റെ ആർട്ടിക്കിളുകളെക്കുറിച്ചൊക്കെ വളരെ കൃത്യമായിട്ട് പഠിക്കുന്നു. ചോള നാട്ടിൽ നിന്നും ഡൽഹിയിലേക്ക് എന്ന് പറയുന്ന ഒരു പാഠഭാഗം, ജനാധിപത്യത്തിൻ്റെ വ്യാപനം സ്ഥാപനങ്ങളിലൂടെ, പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ, കാര്യങ്ങൾ, ഇലക്ഷൻ കമ്മീഷൻ പോലുള്ള കാര്യങ്ങൾ, പിന്നെ ലിംഗവിവേചനമില്ലാത്ത സമൂഹത്തെക്കുറിച്ചുമൊക്കെ കൃത്യമായിട്ട് ഈ ഒരു പാഠഭാഗത്ത് നിന്ന് നമുക്ക് ലഭിക്കുന്നതാണ്. ദെൻ അതുപോലെ തന്നെ അതിൻ്റെ രണ്ടാമത്തെ പുസ്തകങ്ങളിൽ ലോകത്തിൻ്റെ നെറുകയിൽ എന്ന് പറയുന്ന ഒരു പാഠമുണ്ട്. വിശാല സമതല ഭൂവിൽ ഭൗമചരിത്രം ഉറങ്ങുന്ന പീഠഭൂമിയുടെ കാര്യത്തിൽ നമുക്കറിയാം. ഈ പാഠഭാഗങ്ങളിലൂടെയൊക്കെ പോകുമ്പോൾ ഇന്ത്യയുടെ ഒരു ഫിസിയോഗ്രാഫിക് ഫീച്ചേഴ്സ് എന്ന് പറയുന്ന ഒരു പാഠഭാഗം SCERTയുടെ 10ാം ക്ലാസ് വരെ എത്തുമ്പോഴേക്കും നമ്മൾ കൃത്യമായി തീരുന്നുണ്ട്. അങ്ങനെ തീരുന്നത് ഇന്ത്യൻ ജോഗ്രഫിയെക്കുറിച്ചുള്ള നല്ല അറിവിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കുന്നുണ്ട്. തീർച്ചയായും നിങ്ങൾ SCERTയുടെ PDF നോട്ടുകളൊക്കെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ദെൻ മാനവ വിഭവശേഷി രാഷ്ട്ര പുരോഗതിക്കായ പാഠം, ഇന്ത്യൻ സമ്പദ്ഘടന വിവിധ മേഖലകളിലൂടെ, വിലയും വിപണിയും, മണലാരണ്യത്തിലൂടെ, തീരങ്ങളിലൂടെ, ഇതൊക്കെ കാണിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതിൽ മണലാരണ്യത്തിലൂടെ ഒപ്പം തന്നെ തീരങ്ങളിലൂടെയൊക്കെ, ഇതൊക്കെ ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ്. നമുക്ക് അറിയാം താർ മരുഭൂമിയെക്കുറിച്ചും, അതുപോലെ ഗുജറാത്ത് മുതൽ വെസ്റ്റ് ബംഗാൾ വരെയുള്ള ഇന്ത്യയുടെ പ്രധാനപ്പെട്ട തീരപ്രദേശങ്ങളെക്കുറിച്ചും തുറമുഖങ്ങളെക്കുറിച്ചും ഒക്കെ കൃത്യമായ ധാരണ നമ്മളിലേക്ക് എത്തുന്നുണ്ട്. ദെൻ അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം 10ാം ക്ലാസ്സിലെ പാഠപുസ്തകം റിവൈസ് ചെയ്തു നിങ്ങൾക്കറിയാം 2025. അതിലെ പ്രധാനപ്പെട്ട പാഠഭാഗങ്ങൾ ഭാഗം 1ലെയും 2ലെയും ഒക്കെ പ്രധാനപ്പെട്ട പാഠഭാഗങ്ങൾ നമുക്ക് കിട്ടിത്തുടങ്ങിയിട്ടുണ്ട്. ദിനാന്തരീക്ഷ സ്ഥിതിയും കാലാവസ്ഥ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട് 1-2 ചോദ്യങ്ങൾ തീർച്ചയായും പ്രതീക്ഷിക്കാം. ദെൻ കാലാവസ്ഥ മേഖലകളും കാലാവസ്ഥ മാറ്റവും, മഴക്കാടുകളിൽ നിന്ന് മഞ്ഞൊരുകാത്ത നാട്ടിലേക്ക്, ഉപഭോക്താവ്, ഇക്കണോമിക്സുമായി ബന്ധപ്പെട്ട് പണവും സമ്പദ് വ്യവസ്ഥയും, അതുപോലെ തന്നെ മാനവികത, ഹ്യൂമനിസം, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇക്വാളിറ്റി, അതുപോലെ തന്നെ ഫ്രീഡം, ദെൻ ഫെറ്റേണിറ്റി ഒക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ദെൻ സാമൂഹിക വിശകലനം, സാമൂഹ്യ ശാസ്ത്ര സങ്കല്പത്തിലൂടെ സമ്പത്തും ലോകവും, പൊതുജന അഭിപ്രായം, ജനാധിപത്യത്തിലൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങളൊന്ന് ഓടിച്ചു നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ HSS സോഷ്യൽ സയൻസിന്റെ സിലബസ് ഒന്ന് ഡൗൺലോഡ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ കൃത്യമായി നിങ്ങൾക്ക് അറിയാം പാർട്ട് എയിലെയും പാർട്ട് ബിയിലെയും ഒരു 70-80% കാര്യങ്ങളും കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകാൻ നിങ്ങളെ സഹായിക്കുന്നത് SCERTയുടെ തന്നെ പാഠപുസ്തകങ്ങളാണ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇതാണ് SCERTയുടെ ഒരു പ്രാധാന്യം ഈ സോഷ്യൽ സയൻസ് വിഷയത്തിൽ ഉള്ളത്. ഇപ്പം സാധാരണ നമ്മൾ ഒരു PSCക്ക് തയ്യാറെടുക്കുമ്പോൾ SCERTയുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാത്രം, SCERT സോഷ്യൽ സയൻസിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാത്രം കവർ ചെയ്യുമ്പോൾ, നമ്മൾ HST സോഷ്യൽ സയൻസിന് വേണ്ടി തന്നെ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് സാധ്യതകൾ തരുന്ന ഒരു പുസ്തകങ്ങളാണ് SCERTയുടെ ടെക്സ്റ്റ് ബുക്കുകൾ എന്ന് പറയുന്നത്. കൃത്യവും വ്യക്തവുമായുള്ളൊരു പഠനം തീർച്ചയായും നിങ്ങളെ ഒരു സോഷ്യൽ സയൻസ് ടീച്ചറാക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്കൊപ്പം കോമ്പറ്റേറ്റീവ് ക്രാക്കറും ഉണ്ട് എന്നുള്ള കാര്യം കൃത്യമായി നിങ്ങൾ മറന്നുപോകില്ല. ഇപ്പോൾ 30% ഡിസ്കൗണ്ടോടുകൂടി നിങ്ങൾക്ക് ഈ കോഴ്സിന് ജോയിൻ ചെയ്യാൻ. നിങ്ങളെ കാത്തിരിക്കുന്നത് ഹൈസ്കൂൾ ടീച്ചർ എന്ന ഒരു മികച്ച ജോലി, സമൂഹത്തിൽ വളരെയധികം അഭിമാനം അറിയിക്കുന്ന അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട സ്ഥാനം ലഭിക്കുന്ന ഒരു ജോലിയാണ് ടീച്ചിങ് എന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ ഒരു 30% കൂടി കോമ്പറ്റേറ്റീവ് ക്രാക്കറിലൂടെ തീർച്ചയായും നിങ്ങൾക്ക് ഒരു സോഷ്യൽ സയൻസ് ടീച്ചറായി മാറാനുള്ള എല്ലാവിധ സാഹചര്യം നിങ്ങൾ ഒരുക്കുകയാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഇവിടെ കണ്ടിട്ടുള്ള നമ്പറിലേക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഒന്നിച്ച് മുന്നേറാം. തീർച്ചയായിട്ടും
കഴിഞ്ഞ കാല റിസൾട്ടുകളൊക്കെ നോക്കുമ്പോൾ കോമ്പറ്റേറ്റീവ് ക്രാക്കർ എന്നുള്ള ടീച്ചർമാരുടെ എണ്ണം വളരെ അധികമാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങളെ ഒരു HST സോഷ്യൽ സയൻസ് ടീച്ചറിലേക്ക് കൈപിടിച്ചുയർത്താനായിട്ട് കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഞങ്ങളും നിങ്ങളോടൊപ്പമുണ്ട്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കൃത്യമായി കണ്ടുമുട്ടാം. താങ്ക് യു.